ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി വീണ്ടും തടഞ്ഞിരിക്കുന്നു എന്നതാണ്. അടുത്ത മാസം 7 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. കേസ് ജനുവരി 7-ന് വീണ്ടും പരിഗണിക്കും. രാഹുലിനെതിരായ ആദ്യ കേസിൽ ഇത് 3-ാം തവണയാണ് ഹൈക്കോടതി അറസ്റ്റ് തടയുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഈ തീരുമാനം. ഒന്നാമത്തെ കേസിൽ ഇതിപ്പോൾ 3-ാം തവണ കോടതിയിലേക്ക് എത്തുന്നു. 3 തവണയും അറസ്റ്റ് തടഞ്ഞു. ഇപ്പോൾ ഇത്തവണ ജനുവരി 7 വരെ സമയം കൂടി കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റവും ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3-ാം തവണയാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇനി ജനുവരി 7-ാം തീയതിയാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. ഇന്ന് വിശദമായ വാദം, ഒന്നാമത്തെ പരാതിയിലാണ് ഈ നടപടിക്രമങ്ങൾ. വിശദമായ വാദം ഇന്ന് ഹൈക്കോടതി കേട്ടിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായതും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ജാമ്യ ഹർജി സമർപ്പിക്കാനായിരുന്നു നീക്കം. പക്ഷേ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെഷൻസ് കോടതി വഴിയാണ് ഇപ്പോൾ ജാമ്യ ഹർജികൾ പരിഗണിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയുമായി പരിഗണിച്ചത്. ആ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയും തുടർന്ന് ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം രണ്ടാമത്തെ കേസ് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി അനുവദിച്ചെങ്കിൽ പോലും ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള ജഡ്ജിന്റെ പരാമർശമാണ് സർക്കാരിനെ വീണ്ടും അത് ഹൈക്കോടതിയിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായ ജഡ്ജ് അത്തരത്തിലൊരു മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു അഭിപ്രായം ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. 2, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള ആരോപണമാണ് സർക്കാരിനുള്ളത്. ആ കേസും കഴിഞ്ഞ ദിവസം പരിഗണിച്ച സാഹചര്യത്തിൽ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുമെന്നാണ്, ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഏകദേശം 3 ആഴ്ചയോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലാക്സേഷൻ ടൈം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് ഇന്നുകൂടിയായിരുന്നു അറസ്റ്റ് തടഞ്ഞുണ്ടായിരുന്ന നടപടി നേരത്തെ ഉണ്ടായിരുന്നത്. അതാണ് ഒരു 3 ആഴ്ച കാലത്തെ കൂടി ജനുവരി 7 വരെ ഉള്ള സമയത്തേക്ക് കൂടി ഹൈക്കോടതി നീക്കിവെച്ചിരിക്കുന്നത്. ജനുവരി 7-ന് വീണ്ടും കേസ് പരിഗണിക്കും. ശ്രീജ, ആജ്ഞ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ 3 തവണയായി കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴും കോടതി അറസ്റ്റ് തടയുകയാണ്. ഒരുപക്ഷെ രാഹുലിനെ അനുകൂലിക്കുന്നവരൊക്കെ പറയുന്നത് ഈ കേസിനെ കോടതി അങ്ങനെയാണ് കാണുന്നത്. അത്രത്തോളം ഗൗരവമായി കാണുന്നെങ്കിൽ ഈ അറസ്റ്റ് തടയുന്ന ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നതാണ്. സാങ്കേതികമായി എന്തുകൊണ്ടാണ് ഇത് നീട്ടിവെക്കുന്നതിനനുസരിച്ച് അറസ്റ്റ് തടയാതെ പോവുകയും അല്ലെങ്കിൽ രാഹുലിന് തൽക്കാലം പുറത്തിറങ്ങി നടക്കാൻ തടസ്സമൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്? ശ്രീജ, അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് പിന്നെ പ്രസക്തി ഉണ്ടാവില്ല. പ്രത്യേകിച്ചും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അത് മാത്രമല്ല, അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് റിമാൻഡിലേക്ക് പോകുന്നത്, അതിനുള്ള റിമാൻഡ് കാലാവധിക്ക് ശേഷമായിരിക്കും ജാമ്യത്തിലേക്കോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ ഒക്കെ പോവുക. അതുകൊണ്ട് തന്നെ ഇത് ജാമ്യമില്ലാത്ത ഒരു വകുപ്പായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പരിഗണന ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനല്ല അങ്ങനെ ഒരു ഹർജിക്കാരൻ കൊടുക്കുന്നത് എങ്ങനെയാണ്. അതുമാത്രമല്ല, അവധിക്കാല ബെഞ്ച് ഈ കേസ് അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി ഒരു ഘട്ടത്തിലും ആദ്യത്തെ ഒരു തവണ മാത്രമാണ് അടിയന്തരമായി പരിഗണിച്ചത്. ബാക്കിയൊന്നും ഈ ഹൈക്കോടതിയുടെ അടിയന്തരമായി പരിഗണിക്കുന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിക്കെതിരെയുള്ള സാഹചര്യങ്ങൾ കോടതി കേൾക്കാതെയാണ് മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യമുള്ളത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ആദ്യത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് അത് കേൾക്കാനുള്ള സാഹചര്യം. വിശദമായ വാദം ഇന്ന് നടന്നിട്ടുണ്ട്, അത് കോടതി കേട്ടിട്ടുണ്ട്. അതിന്
അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ വിധി പറയാൻ വേണ്ടി എനിക്ക് തോന്നുന്നു അവധിക്കാലത്തിനായി കോടതി ഉടൻ അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്ര അധികം നീട്ടി വെച്ചിട്ടുണ്ടാവുക. എന്നാലും അതുവരെ അറസ്റ്റ് തടയുന്ന ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നോട്ട് ടു അറസ്റ്റിന് കൂടിയുള്ള ഒരു ഹർജി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൂടി പരിഗണിച്ചാണ് നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഹൈക്കോടതി പോയിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ കേസിലും ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം തള്ളുന്ന നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനടി അറസ്റ്റിലേക്ക് പോകുന്ന നീക്കവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. മഫ്തിയിൽ പോലീസ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഫോളോ ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. സുരക്ഷ ഉറപ്പാക്കാനാണ് എന്ന് പോലീസുകാർ പറഞ്ഞിരുന്നെങ്കിലും അതിന് ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്നാണ് പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഇടക്കാല ഉത്തരവ് കൊണ്ട് ആശ്വാസം എന്നുള്ള തരത്തിൽ വേണം അതിനെ പരിഗണിക്കാൻ. ശ്രീജ, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അടുത്ത മാസം 7-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണ്. അതുവരെ ഇനി കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ, ആദ്യത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജനുവരി 7 വരെ രാഹുലിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക്